ഗാസയിൽ മിന്നൽ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസ മുനമ്പിലെ നെറ്റ്സാരിം ഇടനാഴിയിലാണ് സൈന്യത്തിന്റെ അകമ്പടിയിൽ പ്രധാനമന്ത്രിയുടെ സംഘമെത്തിയത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി, ISA ഡയറക്ടർ റോണൻ ബാറും പ്രധാനമന്ത്രിയുടെ ഗാസ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ഗാസ മുനമ്പിലെ നെറ്റ്സാരിം ഇടനാഴിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ള സംഘം സന്ദർശനം നടത്തിയത്. സൈന്യത്തിന്റെ 99-ാം ഡിവിഷൻ കമാൻഡർ, സദേൺ കമാൻഡ് മേധാവി മേജർ ജനറലും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ, നീക്കങ്ങൾ, പദ്ധതികൾ, വെല്ലുവിളികൾ എന്നിവ പ്രധാനമന്ത്രിയോടും പ്രതിരോധ മന്ത്രിയോടും വിവരിച്ചു. സൈനികരുമായും നെതന്യാഹു ആശയവിനിമയം നടത്തി. സൈനികരുടെയും കമാൻഡർമാരുടെയും നിശ്ചയദാർഢ്യത്തിനെയും പോരാട്ടവീര്യത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. נמצא כאן בחוף הים של עזה עם שר הביטחון, הרמטכ"ל, ראש השב"כ, עם מפקדינו וחיילינו הגיבורים שעושים כאן עבודה נפלאה פה במרכז הרצועה, בכל חלקי הרצועה. ബന്ദികളെ കണ്ടെത്താനും തിരികെ കൊണ്ടുവരുവാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ബന്ദികളുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ബന്ദികളെ കൈവശം വെച്ചിരിക്കുന്ന ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം ബന്ദികളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികവും വാഗ്ദാനം ചെയ്യുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഓരോ ബന്ദിക്കും $5 മില്യൺ വെച്ച് ബന്ദികളെ സുരക്ഷിതമായി തിരികെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നവർക്ക് നൽകുമെന്നും തീവ്രവാദമെന്ന കുരുക്കുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഖത്തർ സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറിയതോടെയാണ് ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള മറ്റു സാധ്യതകൾ ഇസ്രായേൽ പരിശോധിക്കുന്നത്. അതേസമയം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ഗാസയിൽ സൈനിക നടപടികൾ തുടരുമെന്നും നെതന്യാഹു ഊന്നിപ്പറഞ്ഞു. ഗാസയിൽ ഇനി ഹമാസ് ഭരിക്കില്ലെന്നും ഗാസയിലെ ഭരണപരമായ പ്രവർത്തനങ്ങളിലേക്ക് തങ്ങൾ നീങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞുവയ്ക്കുന്നു.